learning, keep smiling, and always make your parents and teachers proud എന്നുള്ള മെസ്സേജ് ആണ് നമ്മുടെ സ്കൂളിൽ നമുക്ക് കൊടുക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ ചീഫ് ഗസ്റ്റ് Thariyavadam Srikandan Nair is a Malayalam lyricist known for his work in music. He is recognized for songs available on streaming platforms like JioSaavn, including popular tracks such as Baile Baile. So I would like to invite our chief guest Srikandan Nair for a few words. രണ്ടും കാണാത്ത ആരുണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടി കൂടുന്നത് രണ്ടിലും എറിയുന്നതും ഇത് രണ്ടുമുണ്ട്. അപ്പോൾ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത രണ്ട് മെറ്റീരിയൽസ് ആണ് എനിക്ക് വളരെ ഇഷ്ടമായി. ഈ പ്രീ സ്കൂൾ CBSE സിലബസ് അനുസരിച്ച് വളരെ മാതൃകയായി പഠിപ്പിക്കുന്ന ഈ സ്കൂളിന് ഇട്ടിരിക്കുന്ന പേര് അതാണ് സ്റ്റാർവ്യൂ 2K26. അതിൻ്റെ ആഘോഷ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. എന്നോടൊപ്പം ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും പ്രിയകരിയായ നമ്മുടെ സിനി ആർട്ടിസ്റ്റ്, ആക്ട്രസ് എന്ന നിലയിൽ നമ്മുടെയൊക്കെ കുടുംബ സദസ്സുകളിൽ സുപരിചിതയായി കടന്നു വരുന്ന മോളാണ് ഇവിടെ ഇരിക്കുന്നത്, പ്രതീക്ഷ. ഇനി നമുക്ക് പ്രതീക്ഷയുണ്ട്. ധാരാളം സിനിമകൾ നല്ല വേഷങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ തിയേറ്ററുകളിലും നമ്മുടെ വീട്ടിലുമൊക്കെ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ സ്വാഭാവികമായി കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു ആക്ട്രസ് ആണ് പ്രതീക്ഷ. നമുക്കത് തന്നെ ഭാവിയിലും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എന്നോടൊപ്പം ഇവിടെ വേദിയിൽ പങ്കെടുക്കുന്ന ബഹുമാനായ ഷമീർ കെ മോഹോസ, മാനേജിംഗ് ഡയറക്ടറാണ്, സംഗ്രൂപ്പ് സെക്രട്ടറി എന്ന നിലയിൽ PT ആയ സാറുടെ നേരത്തെ തന്നെ സന്നിഹിതരായിരുന്നു. അത് ഇന്ററാക്ടിംഗ് ആണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണ്. ഞങ്ങൾ വന്നോടനെ തന്നെ സംസാരിക്കുകയും പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള ഷമീർ കെ മോഹോസ. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രസിഡന്റ് ജാസ്മിൻ സുധീർ, പ്രസിഡന്റ് PATയുടെ സ്പെഷ്യൽ ഗസ്റ്റാണ്, വന്നിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ യുണിക്സ് അക്കാഡമിയുടെ ഡയറക്ടർ, ഞാനിപ്പോൾ പരിചയപ്പെട്ടിട്ട് 2-3 നിമിഷങ്ങളായിട്ടും, ശ്രീ ക്ലാരൻസ് ആണ്. യുണിക്സ് അക്കാഡമിയുടെ ഡയറക്ടറാണ്. ഈ സ്കൂളുമായിട്ട് വളരെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പൽ, ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ മിനു. എനിക്ക് രണ്ടുപേരെ കൂടി ഓർക്കാനുണ്ട്. മിനുവിന്റെ അമ്മാവൻ എന്ന് പറയുന്ന KSRTCയിലെ ഉദ്യോഗസ്ഥനായി ഞാൻ ഗസ്റ്റായിട്ട് നിരവധി പരിപാടികൾ ഗസ്റ്റായി പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് മോഹൻ സാറിനെ മറക്കാൻ സാധിക്കില്ല. ഞാനിവിടെ വരാൻ പ്രധാന കാരണം വിജയകുമാർ സാർ, നാദം എന്ന് പറയുന്ന സാംസ്കാരിക വേദിയുടെയും ഒരു പ്രസാധകനായിട്ട് ധാരാളം പുസ്തകങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന രചയിതാക്കളുടെ പുസ്തകങ്ങൾ പുറത്തിറക്കുകയും അത് നമ്മുടെ കൈകളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു വിജയകുമാർ സാറുണ്ട്. സാറാണ് എന്നെ വിളിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് പ്രൊഫസർ കൃഷ്ണമുള്ള പ്രൊഫഷണൽ ഭരണസമിതി അംഗങ്ങളാണ്. അവിടെ നിരവധി പരിപാടികൾ ഒരുമിച്ച് ചേർന്ന് നടത്താറുണ്ട്. അതുകൊണ്ട് വിജയകുമാർ സാറിനെ നന്ദിയോടെ ഓർക്കുകയാണ് ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ എന്നെ തന്നെ വിളിച്ചത്. പിന്നെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയി നിൽക്കുന്ന ബഹുമാനപ്പെട്ട അധ്യാപകർ, സ്കൂളിന്റെ മാതൃക അധ്യാപകൻ എന്ന് പറയുന്ന അധ്യാപക ഇതര ജീവനക്കാർ, ബഹുമാന്യരായ രക്ഷിതാക്കൾ, നിങ്ങളാണ് ഈ സ്ഥാപനത്തിന്റെ ഊർജവും അതുപോലെ തന്നെ ബലവും എന്ന് പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ ഈ വിദ്യാലയം ഇല്ല. നിങ്ങളാണ് കുട്ടികളെ വിശ്വാസത്തോടു കൂടി ഇവിടെ അയക്കുന്നത്. ഇത്രയും രക്ഷിതാക്കളുടെ കൂടി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഈ വേദിയിൽ ഇതിന്റെ നാടകങ്ങൾ അവതരിപ്പിച്ച സമയത്ത് ഇവിടെ ഒരു സീറ്റ് പോലും ഒഴിവില്ലാതെ ഇരുന്ന് നാടകം സദസ്യം ആസ്വദിച്ച കാര്യങ്ങൾ ഈ അവസരം അരച്ചു നാടകങ്ങൾ ഞാൻ ഈ വേദിയിൽ അവതരിപ്പിച്ചു.
അങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മ ഈ കാർത്തിക നാളുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പ്രിയാത്തി മുരളിയുടെ ദ്വീപ് എന്ന നാടകവും ഞാൻ ഇവിടെ അവതരിപ്പിച്ചുള്ള കാര്യം ഓർക്കുകയാണ്. ടാഗോറിലും ഇവിടെയൊക്കെ അങ്ങനെ ചില ഓർമ്മകൾ കൂടി ഇതിന് വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളത് ചേർത്ത് വയ്ക്കേണ്ട കാര്യമാണ്. 55 വർഷമായിട്ട് എഴുതുന്ന ഒരാളാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യം നാടകം എഴുതുന്നു. നാടകം 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യം കവിത എഴുതുന്നത്. എൻ്റെ ഗുരുനാഥൻ ജി എബ്രഹാം മാസ്റ്റർ ഓണസമയത്ത് കയ്യെഴുത്ത് മാസികയിൽ കവിത എഴുതാൻ പറഞ്ഞു. അതാണ് 1967 ഞാൻ 5ാം ക്ലാസ്സിൽ 65 ആ സമയത്താണ് ആദ്യമായി കവിത എഴുതുന്നത്. പിന്നീടാണ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ നാടകം എഴുതുന്നത്. ഞാനിത് പറയാൻ കാരണം നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഈ സ്ഥാപനത്തിലേക്ക് വരാൻ വേണ്ടിയാണ് ഇപ്പൊ ചാക്കൻ ഡസ്റ്റർ എന്ന് പറയുന്ന ഈ പ്രീ സ്കൂൾ അത് മണക്കാടും വഴുതക്കാടും അമ്പലത്തറയും ബ്രാഞ്ചുകളുണ്ട്. അഭിമാനങ്ങളും നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ. ഒരു സ്ഥാപനത്തിന് 3 ബ്രാഞ്ചുകൾ ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അതിന് ഡയറക്ടർഷിപ്പ് ഇരിക്കുന്ന, ചെയർമാൻഷിപ്പ് ഇരിക്കുന്ന അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കേണ്ട ഒരു സന്ദർഭമാണ്. ഒരു സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരു ചരടിൽ ഓർത്ത് കൊണ്ടുപോകുവാനുള്ള മാനസിക വികാസമുള്ള നാടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത്രയും രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ ഇവിടെ അയക്കാൻ കാരണം അവരുടെ ആ മാനസിക വികാസത്തിലൂടെ അധ്യാപകരെ ഒറ്റ ചരടിൽ ഓർത്ത് നിർത്തിക്കൊണ്ട് രക്ഷിതാക്കളെയും കുട്ടികളെയും ഒക്കെ തന്നെ ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ആ പരിശ്രമമാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. കുട്ടികളെ നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിയിൽ ഒക്കെ തന്നെ ആദരിച്ചത്. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ക്ലാസ് മുറിയിലെ വിദ്യാഭ്യാസം ഇന്ന് വളരെ മാറ്റങ്ങളിലേക്ക് വന്നിരിക്കുന്നു. പണ്ട് ക്ലാസ് മുറിയിൽ നിന്ന് സിലബസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ ജോലി. ഇന്ന് കിഡ്സിലായിരുന്നാലും നഴ്സറിയിലായിരുന്നാലും മുതിർന്ന ക്ലാസ്സുകളിലായിരുന്നാലും കുട്ടികളെ പാഠ്യവിഷയങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ സമൂഹത്തിൽ പ്രായോഗികതയോടെ അവർക്ക് ചെയ്യുന്നതിനും കാണുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള ഒരു രീതിയാണ് വിദ്യാഭ്യാസത്തിൽ ഉള്ളത്. ഞാൻ ഒരു 6 കൊല്ലം ഹൈസ്കൂൾ അധ്യാപകനായി. അതിലിരുന്നപ്പോഴാണ് എനിക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി കിട്ടുന്നത്. ആദ്യം BU ആയിട്ട് പോയി, പിന്നെ രജിസ്ട്രേഷൻ ബുക്കിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ സെക്രട്ടേറിയറ്റ് റാങ്ക് ലിസ്റ്റ് വന്നു. അത് കഴിഞ്ഞപ്പോൾ വീട്ടിൽ എനിക്ക് ഇൻഫർമേഷൻ ഓഫീസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പൊ സെക്രട്ടേറിയറ്റിൽ ഇരുന്നത് കൊണ്ട് ട്രാൻസ്ഫർ ഇല്ലാതെ ഇരിക്കാമെന്ന് ചോദിച്ചു. ബാക്കി ജോലികളെല്ലാം തന്നെ വേണ്ടാന്ന് ചോദിച്ചു. അവസാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പെൻഷനായ ഒരാളാണ് ഞാനിപ്പോ കേരള ആരോഗ്യ സർവകലാശാലയിലെ സീനിയർ ഫാക്കൽറ്റിയാണ് സോഷ്യൽ വർക്ക്. കുട്ടികളെ സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. ഇപ്പോഴും എനിക്ക് അധ്യാപക വൃത്തിയാണ് എനിക്കിഷ്ടം. കാരണം കവിതയും നാടകം എഴുതുന്നത് മാത്രമല്ല, 3-4 സിനിമയ്ക്ക് പാട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആ ശാഖയിലേക്ക് തന്നെ ഉറച്ചു നിൽക്കാമായി. പക്ഷേ എന്നിരുന്നാലും എന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഭിലാഷവും ആഗ്രഹവും എനർജിയും എന്ന് പറയുന്നത് കുട്ടികളെ പഠിപ്പിക്കുകയാണ്. മുതിർന്ന കുട്ടികളെ ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ഏറ്റവും വലിയൊരു പ്രക്രിയ, കലാപരമായിട്ടുള്ള ഒരു പ്രക്രിയ. ഒരു ഗുരുനാഥന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ശിഷ്യഗണങ്ങളാണ്. ആ ശിഷ്യഗണങ്ങളെ ഏറ്റവും താഴ്ന്ന ക്ലാസുകളിൽ നിന്ന് ചിട്ടയായി, മര്യാദയായി, ഡിസിപ്ലിൻഡായി പഠിപ്പിച്ച് അവനെ ജീവിതവുമായി ഇടുക്കി ചേർത്ത് വിടുന്നതാണ് വിദ്യാഭ്യാസം. അല്ലാതെ സിലബസിലുള്ള അറിവ് മാത്രം പഠിപ്പിച്ചു വിടുന്നതല്ല വിദ്യാഭ്യാസം. അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് കുട്ടികൾ എങ്ങനെ പെരുമാറണം, അച്ഛനോടും അമ്മയോടും എങ്ങനെ പെരുമാറണം, തിരിച്ചുകൊണ്ട് കേട്ടോ, അച്ഛനും അമ്മയും കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്ന് രക്ഷിതാക്കളോട് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ പ്രിൻസിപ്പലും അധ്യാപകരും ഇങ്ങനെയല്ല, കുട്ടി എങ്ങനെയാണ് നമ്മൾ കരുതേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരും. അത് ഉപദേശമല്ല, അതെല്ലാം തന്നെ നല്ല സജഷൻസ് ആണ്. അങ്ങനെ നമ്മൾ കണക്കിലെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ അവര് പറയാതെ നമുക്കറിയില്ല നമ്മളെ കുട്ടികളെ വളർത്താൻ. അങ്ങനെയല്ല. ഒരു അധ്യാപകയ്ക്ക് കൂടുതൽ സ്വാധീനമുണ്ട് കുട്ടികളുടെ ഐഡന്റിറ്റി പറയുന്നത് വരെ എന്റെ സാറ് പറഞ്ഞു, എന്റെ ടീച്ചർ പറഞ്ഞു എന്നുള്ളതാണ്. അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു എന്നല്ല പറഞ്ഞത്. എന്റെ ടീച്ചർ ഇങ്ങനെയാ പറഞ്ഞത്, എന്റെ സാറ് ഇങ്ങനെയാ പറഞ്ഞത് എന്നാ പറയുന്നത്. അപ്പോൾ ടീച്ചറോടും സാറിനോടുമുള്ള ആഭിമുഖ്യവും വിശ്വാസവും ആണ് ഏറ്റവും വലിയ ജീവിത വളർച്ചയിലേക്ക്
കടന്നു കയറുന്നതിനുള്ള പടവുകൾ എന്നുള്ളത് ആ വിശ്വാസമാണ്. ആ വിശ്വാസം ഒരിക്കലും നമുക്ക് ലഭിക്കുവാൻ സാധിക്കും. ഒരിക്കലും കുട്ടികളെ വെച്ച് അധ്യാപകരെ പ്രിൻസിപ്പലിനെ ഒന്നും കുറ്റം പറയാൻ പാടില്ല. കുറ്റം ഉണ്ടെങ്കിൽ അവരോട് നേരിട്ട് പറയുകയല്ലാതെ കുട്ടികളെ പോയി നമുക്ക് പറയുന്നത് മനഃശാസ്ത്രപരം അല്ല. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നേരിട്ട് പറയാം. അധ്യാപകരോട് പറയാം, പ്രിൻസിപ്പലിനോട് പറയാം, രക്ഷിതാക്കൾക്ക് എന്തെങ്കിലും കുറവോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് പറയാം, ഈ സ്റ്റാഫിനും പ്രിൻസിപ്പലിനും. അതൊക്കെ ഒരു സൗഹൃദത്തിന്റെ, അതൊന്നും ശാസനയോ ഉപദേശമോ അല്ല. അതൊക്കെ സൗഹൃദത്തിന്റെ അഭിപ്രായങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. കൊച്ചുകുട്ടികളെ വളർത്തിയെടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും മനഃശാസ്ത്രപരമായിട്ടുള്ള ഉച്ചമുള്ള കാര്യം. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ, നമ്മളൊരു ചേഷ്ട കാണിച്ചാൽ, നമ്മളൊരു ആംഗ്യം കാണിച്ചാൽ, നമ്മളൊന്ന് കണ്ണുരുട്ടിയാൽ അവൻ അതുപോലെ എല്ലാം ചെയ്യും. അവന്റെ കൂട്ടുകാരോട് ചെയ്യും, മറ്റുള്ളവരോട് ചെയ്യും. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും അവരാരും ഇത് കേൾക്കുന്നില്ല, അവര് അപ്പം കേട്ട് ഫീഡ് ചെയ്ത് വയ്ക്കുക. ആ വാക്ക് കുറച്ച് സമയം കഴിയുമ്പോഴോ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 7 ദിവസം കഴിഞ്ഞോ അവൻ രണ്ടാമത് പറയുന്നതായി കാണാം. അപ്പൊ ആ സൈക്കോളജിയാണ് ഏറ്റവും വലിയ സൈക്കോളജി. അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ ക്രമമായി അച്ചടക്കത്തോടുകൂടി സിലബസ് അധിഷ്ഠിതമായി പഠിപ്പിക്കുമ്പോൾ അവൻ അത് അറിയാതെ തന്നെ ഒരു പ്രോസസ്സിലൂടെ സ്വായത്തമാക്കാൻ പഠിപ്പിക്കുകയാണ്. ഈ പഠിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തുള്ള കലകളിൽ വെച്ച് ഏറ്റവും വലിയ. കാരണം നമ്മുടെ ഒരു അധ്യാപകൻ ചിത്രം വരയ്ക്കുന്നവരാണെങ്കിൽ ആ അധ്യാപകൻ കുട്ടികളെ എങ്ങനെയാണ് ചിത്രം വരച്ച് പഠിപ്പിക്കേണ്ടത്, ആ കുട്ടിക്ക് രസാത്മകമായ മനസ്സുണ്ടാക്കി കുട്ടിക്ക് അതിലേക്ക് താല്പര്യം ഉണ്ടാക്കി പേപ്പർ എടുത്ത് വെച്ച് കുട്ടികളെ വെച്ച് വരയ്ക്കുന്നതല്ല ഡ്രോയിങ് പഠിപ്പിക്കുക എന്ന് പറയുന്നത്. ആ കുട്ടിയെ കൊണ്ട് കുട്ടിക്ക് എന്താണ് ഇഷ്ടം, ഏത് പൂവാണ് വരയ്ക്കുന്നത് ഇഷ്ടം, ഏത് കായാണ് വരയ്ക്കുന്നത്, ഏത് ഇലയാണ്, ഏത് മൃഗമാണ്, ഏത് പക്ഷിയാണ്, ഇതൊക്കെ അവനോട് ചോദിച്ച് മാനസികമായി അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവനെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വരച്ച് കാണിച്ചിട്ട് അവനെ കൊണ്ട് വരപ്പിക്കും. ഒന്നും അറിയാതെ ചില ഡ്രോയിങ്, എന്റെ ഒരു കൂട്ടുകാരൻ പറയുന്നത് ഡ്രോയിങ് മാസ്റ്റർ ആ വരച്ചത് മോശമായതുകൊണ്ട് മുഖത്തിൽ ഡ്രോയിങ് ബുക്ക് എടുത്ത് എറിഞ്ഞു കൊടുത്തു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വരച്ചത് ശരിയാകാത്തതുകൊണ്ട് ഡ്രോയിങ് അതേപോലെ ഇഞ്ചി ടൈപ്പ് നമ്മൾ പറയും ദേഷ്യം, എപ്പോഴും ദേഷ്യമുള്ള അധ്യാപകൻ. ഇത് സകല സമയവും ദേഷ്യമാണ് കുട്ടികളോട്. അതൊന്നും മനഃശാസ്ത്രപരമായി നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. സ്നേഹവും സൗഹൃദവും വാത്സല്യവും കൊടുത്തു വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നുള്ളത്. അവൻ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ആ സ്നേഹവും വാത്സല്യവും സൗഹൃദവും നമ്മളോട് കാണിക്കും. അവനെ കാലത്തെ മുതലേ കണ്ണുരുട്ടാൻ തുടങ്ങിയാൽ അവൻ വെളിയിലിറങ്ങുമ്പോൾ ആളുകളെ കാണുമ്പോൾ അവന് കണ്ണുരുട്ടും മീശിലിട്ടും വലുതാവുമ്പോൾ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ. ഇതൊക്കെ മനഃശാസ്ത്രപരമായി കുട്ടികളെ നമുക്ക് വളർത്തിയെടുക്കാനുള്ള ചില ചിന്തകളാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിന് വളരെ എന്ന് പറയുന്നത് അനുഗ്രഹമായി മാറിയിരിക്കുന്നതാണ്. പണ്ടൊക്കെ ചോദിക്കുക എന്തിനാ നഴ്സറിയിലായിരിക്കുന്നത്, എന്തിനാ കിഡ്സിലൊക്കെ ആയിരിക്കും, നമുക്ക് വീട്ടിൽ നിർത്തിയാൽ മതി. 3 വയസ്സ് 4 വയസ്സ് കഴിഞ്ഞ് കുട്ടികളെ അയച്ചാൽ പോരാ. കുട്ടികളെ 3 വയസ്സിന് മുമ്പായിട്ട് ഈ കുട്ടികളുടെ ജീവിതത്തിൽ നല്ല ചിന്തയും നല്ല ചിന്തകളും പരസ്പര കമ്മ്യൂണിക്കേഷൻ, ഇന്ററാക്ഷൻ, കോണ്ടാക്റ്റുമാണ് കമ്മ്യൂണിക്കേഷനുള്ള 2 പ്രോസസ്. കോണ്ടാക്ട് ആദ്യം കാണുന്നു, പിന്നെ പരസ്പരം നമ്മൾ സംവേദിക്കുന്നു. ഇതെല്ലാം ഏറ്റവും ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതെല്ലാം മാതൃകാപരമായി നടത്തുവാൻ ഈ സ്ഥാപനത്തിന് പ്രിൻസിപ്പലിന് അതുപോലെ തന്നെ അധ്യാപകർക്കും സാധിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു കവിത ചൊല്ലാം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ബാധകമാണ്. നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്ന് ചിന്തിക്കാനുള്ളത് കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരമാണ്. കുട്ടികൾക്ക് നമുക്ക് കൊടുക്കേണ്ട ആഹാരം ഏത് തരത്തിലായിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എളുപ്പത്തിന് വേണ്ടി അടുക്കളയിൽ തീ കത്തിക്കാതെ അപ്പുറത്ത് ബേക്കറിയിൽ നിന്നോ ഫാസ്റ്റ് ഫുഡിൽ നിന്നോ രാത്രിയാകുമ്പോൾ ഒന്ന് അടിച്ച് ആഹാരം വരുത്തുന്ന രീതിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്റെ വീട്ടിൽ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ കൊതിയാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ 1 or 2 പ്രാവശ്യം ഈ കുട്ടിയെ വെളിയിൽ കൊണ്ടുപോയി നിങ്ങളുടെ യാത്രയുടെ ഇടയിൽ വെളിയിൽ കൊണ്ടുപോയി നിങ്ങൾ കൊണ്ട് വാങ്ങിച്ചു. പക്ഷേ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരം തന്നെ കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ളത്. എന്നാലും വീടിനോട് ആഭിമുഖ്യം വരും, അല്ലെങ്കിൽ അവർ ഹോട്ടലിനോട് ആഭിമുഖ്യം വരും. ഹോട്ടൽ സപ്ലൈനോട് ആഭിമുഖ്യം, അച്ഛനോട് അമ്മയോട് ആയിരിക്കില്ല. സപ്ലൈ ചികിത്സ കൊണ്ടുവന്ന താടിയിലേക്ക് പിടിച്ച് സാധനം കൊണ്ടുപോയി അവനാണ് ഏറ്റവും സ്നേഹമുള്ളതെന്ന് പറയും. അച്ഛനും അമ്മയും അടുത്തിരുത്തി അവനെ കുഞ്ഞെ എന്നൊക്കെ വിളിച്ച് അവന് വാരി കൊടുത്തും അവനെ കൊണ്ട് കഴിപ്പിക്കും.
ഒക്കെ ചെയ്യുന്ന മനഃശാസ്ത്രം നമ്മുടെ അടുക്കളകളിൽ നമ്മുടെ വീടുകളിലും ഇല്ലാതായിരുന്നു. ഞാൻ ന്യൂ ജനറേഷൻ തീറ്റ എന്ന് പറയുന്ന ഒരു കൊച്ചു കവിത കൂടെ അവതരിപ്പിക്കും. ഞാൻ എഴുതിയതല്ല, ഹരീഷ് രാമൻ എന്ന് പറയുന്ന എന്റെ ഒരു പ്രിയ സുഹൃത്ത് എഴുതിയ ഒരു കവിതയാണ്. അമ്മയും കുഞ്ഞിനോട് സംസാരിക്കും. കാച്ചി തണുപ്പിച്ച പാലുണ്ടു കുഞ്ഞേ, കാച്ചി തണുപ്പിച്ച പാലുണ്ടു കുഞ്ഞേ, കുഞ്ഞെന്തോ വേണ്ടെനിക്ക് ഐസ്ക്രീം തന്നാൽ മതി. കാച്ചി തണുപ്പിച്ച പാലുണ്ടു കുഞ്ഞേ, വേണ്ടെനിക്ക് ഐസ്ക്രീം തന്നാൽ മതി. ചക്കര മിഠായി എത്ര വേണം, ചക്കര മിഠായി എത്ര വേണം, വേണ്ടല്ലോ ചോക്ലേറ്റ് മാത്രം മതി, വേണ്ടല്ലോ ചോക്ലേറ്റ് മാത്രം മതി. നെയ്യു ചേർത്തൽപ്പം ചോറു തരാം, നെയ്യു ചേർത്തൽപ്പം ചോറു തരാം. അയ്യോ എനിക്ക് നൂഡിൽസു മതി, അയ്യോ എനിക്ക് നൂഡിൽസു മതി. ഏത്തപ്പഴമുണ്ടു തിന്നുമോളെ, ഏത്തപ്പഴമുണ്ടു തിന്നുമോളെ. ഇല്ല ജിലേബിയും കേക്കും മതി, കുഞ്ഞു പറയും ഇല്ല ജിലേബിയും കേക്കും മതി. പഞ്ചാരപ്പാലട വേണ്ടേ കുഞ്ഞേ, പഞ്ചാരപ്പാലട വേണ്ടേ കുഞ്ഞേ. ഷാർജതൻ ഷേക്കില്ലേ എന്റെ അമ്മേ, ഷാർജതൻ ഷേക്കില്ലേ എന്റെ അമ്മേ. ശർക്കര ഉപ്പേരി നല്ലതാണേ, ശർക്കര ഉപ്പേരി നല്ലതാണേ. കുർക്കുര ചീറ്റോസും ലേസും തരൂ, കുർക്കുര ചീറ്റോസും ലേസും തരൂ. വെണ്ണയും പാലും പഴവും വേണ്ട, വെണ്ണയും പാലും പഴവും വേണ്ട. കുത്തരിച്ചോറും കറിയും വേണ്ട. ഇവിടെ പിസ്ത ഹട്ടിൽ പോയി തിന്നാൽ മതി, പിസ്ത ഹട്ടിൽ പോയി തിന്നാൽ മതി. നാടനമെല്ലാം പഴഞ്ചനാണ്, നാടനമെല്ലാം പഴഞ്ചനാണ്. നാട്ടിലുള്ളതെല്ലാം പഴഞ്ചനാണ്, ഉപയോഗിക്കാൻ കൊള്ളൂല്ല. ഇനി പുതിയ സാധനങ്ങൾ മതിയിട്ട് വേണ്ട. നമ്മുടെ അച്ഛനും അമ്മയും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ അക്രിയിലേക്ക് വിൽക്കും, പഴഞ്ചനാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, കുട്ടികൾക്ക് മനസ്സിൽ നമുക്ക് സന്ദേശം. നാടനമെല്ലാം പഴഞ്ചനാണ്, നാട്ടിലുള്ളൊന്നുമേ വേണ്ടെനിക്ക്. നാട്ടിലുള്ളതൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ആത്മാവ് വിടയ്ക്കും. അല്ലെ, നാട്ടിലുള്ള വിഭവങ്ങൾ ഉപയോഗിക്കണമെന്നും നാട്ടുകാരെ തിരിച്ചറിയണമെന്നും ഗ്രാമവാസികൾ തിരിച്ചറിയണം. ഗ്രാമത്തിന്റെ ഹൃദയമാണ് എപ്പോഴും തുടിക്കുന്നത്, അവിടെയാണ് ഭാരതം തുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയെ നമ്മൾ അംഗീകരിക്കുന്നു. എന്തായാലും നമ്മുടെ വീട്ടിലെ ആഹാരം, സംസ്കൃതി, സംസ്കാരം മാറേണ്ടിയിരിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുള്ളൂ, നമുക്ക് വരുത്തിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നതോട് എനിക്ക് ഒരു മറുപടിയില്ല. വല്ലപ്പോഴും ഒക്കെ വരുത്തുക, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. വല്ലപ്പോഴും കൊതിക്ക് വേണ്ടി മകൾക്ക് വാങ്ങിച്ചു കൊടുത്ത് അച്ഛനും അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു നമ്മൾ കഴിച്ചു. പക്ഷെ എന്നും ആകരുത്, അതുണ്ടെങ്കിലേ കുട്ടികൾ കഴിക്കൂ എന്ന് നിർബന്ധം പാടില്ല. ഹോയ് ഹോയ് താ, ഹോയ് ഹോയ് താ, പെണ്ണു ചമഞ്ഞു പോട്ടെ നല്ല പുരുഷം വീട്ടിൽ. ഹോയ് ഹോയ് താ, ഹോയ് ഹോയ് താ, പെണ്ണു ചമഞ്ഞു പോട്ടെ നല്ല പുരുഷം വീട്ടിൽ. എങ്ങനെ പോവുമാ, എങ്ങനെ പോവുക, എന്റെ തലയിലില്ലാണ്ട്, എന്റെ തലയിലില്ലാണ്ട്. ഹോയ് ഹോയ് താ, ഹോയ് ഹോയ് താ, പെണ്ണു ചമഞ്ഞു പോട്ടെ നല്ല പുരുഷം വീട്ടിൽ. എങ്ങനെ പോവുമാ, എങ്ങനെ പോവുക, എന്റെ കാതേലില്ലാണ്ട്, എന്റെ കാതേലില്ലാണ്ട്. ഹോയ് ഹോയ് താ, ഹോയ് ഹോയ് താ, പെണ്ണു ചമഞ്ഞു പോട്ടെ നല്ല പുരുഷം വീട്ടിൽ. എങ്ങനെ പോവുമാ, എങ്ങനെ പോവുക, എന്റെ കഴുത്തേലില്ലാണ്ട്, എന്റെ കഴുത്തേലില്ലാണ്ട്. ഹോയ് ഹോയ് താ, ഹോയ് ഹോയ് താ, പെണ്ണു ചമഞ്ഞു പോട്ടെ നല്ല പുരുഷം വീട്ടിൽ. എങ്ങനെ പോവുമാ, എങ്ങനെ പോവുക, എന്റെ കയ്യേലില്ലാണ്ട്, എന്റെ കയ്യേലില്ലാണ്ട്. ഹോയ് ഹോയ് താ, ഹോയ് ഹോയ് താ, പെണ്ണു ചമഞ്ഞു പോട്ടെ നല്ല പുരുഷം വീട്ടിൽ. എങ്ങനെ പോവുമാ, എങ്ങനെ പോവുക, എന്റെ അരയിലില്ലാണ്ട്, എന്റെ അരയിലില്ലാണ്ട്. ഹോയ് ഹോയ് താ, ഹോയ് ഹോയ്
എങ്ങനെ പോകുമാ എങ്ങനെ പോകൂക്ക എന്റെ കാലിലില്ലാണ്ട് ഹോയ് ഹോയ് താ പെണ്ണ് ചമഞ്ഞു പൊട്ടെ നല്ല പുരുഷൻ കിട്ടിൽ ഹോയ് ഹോയ് താ പെണ്ണ് ചമഞ്ഞു പൊട്ടെ നല്ല പുരുഷൻ കിട്ടിൽ ഹോയ് ഹോയ് താ പെണ്ണ് ചമഞ്ഞു പൊട്ടെ നല്ല പുരുഷൻ. ഇങ്ങനെയുള്ള താളമുള്ള പാട്ടുകൾ കുട്ടികളെ പാടി കേൾക്കുക. അവരുടെ മനസ്സ് പാവത്തിനുള്ളിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിക്കാബ് കഴിക്കാൻ പ്രായമായിട്ട് നിക്കാബ് കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആമിനെ കുട്ടി ഇക്കയോടും ഉമ്മയോടും പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത് അല്ലെ. സ്ത്രീധന സമ്പ്രദായം ഇല്ലാത്തതിന്റെ സന്തോഷമുണ്ട്. എനിക്കൊന്നുമില്ല, ഞാൻ എങ്ങനെ വിവാഹം കഴിക്കും, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സ്ത്രീധനം കൊടുത്താലേ വിവാഹം കഴിക്കൂ എന്നുള്ള അവസ്ഥ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ടവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിപ്പം മനുഷ്യനായി തന്നെ സ്ത്രീ ശാക്തീകരണത്തിലൂടെ അതിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചന്തു 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 എന്തോ 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 പന്തമെടുക്കട ചന്തു അയ്യോ വയ്യന്റെ അമ്മേ കുന്തമെടുക്കട ചന്തു അയ്യോ വയ്യന്റെ അമ്മേ ചന്തേ പോടാ ചന്തു അയ്യോ വയ്യന്റെ അമ്മേ പയ്യനെ നോക്കട ചന്തു അയ്യോ വയ്യന്റെ അമ്മേ പാല് കറക്കട ചന്തു അയ്യോ വയ്യന്റെ അമ്മേ ഉണ്ണാൻ പാടാ ചന്തു അങ്ങനെ പറയണ്ട അമ്മേ ഉണ്ണാൻ പാടാ ചന്തു അങ്ങനെ പറയണ്ട അമ്മേ കിണ്ണം എടുക്കട ചന്തു അങ്ങനെ പറയാതെ അമ്മേ. ഞാൻ അടിക്കൊണ്ട് പോകാം. ഞാൻ ആഹാരം കഴിച്ച പാത്രം ഞാൻ വയ്ക്കത്തില്ല. അമ്മ വേണം കഴിയുമ്പോ, അല്ലെങ്കിൽ അച്ഛൻ കഴിയുമ്പോ, ചേച്ചി കഴിയുമ്പോ, അല്ലെങ്കിൽ ആര് കഴിയില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാൻ ആഹാരം കഴിക്കുന്ന പാത്രം ഞാൻ വയ്ക്കില്ല എന്നാണ് അലസനായ ചന്തു 5ാം തരത്തിൽ പഠിക്കുന്ന ചന്തു പറയുന്നത്. നമ്മൾ കുട്ടികളെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ആഹാരം കഴിക്കുന്ന പാത്രം ഉച്ചിഷ്ടങ്ങളെല്ലാം എടുത്തു വെച്ച് എവിടെയാണ് കൊണ്ടിടേണ്ടത്. ആ പാത്രം കഴുകി വൃത്തിയാക്കി വെച്ചാൽ അവന്റെ മനസ്സ് വൃത്തിയാകും, പാത്രവും വൃത്തിയാകും. ഇത് പെണ്ണുങ്ങളുടെ ജോലിയാണെന്ന് കരുതുന്ന ആണുങ്ങളുണ്ട്. ഞാൻ ആഹാരം കഴിക്കുന്ന പാത്രം ഞാൻ തന്നെയാണ് ഇന്ന് കഴുകി വെച്ചിട്ടുള്ളത്. എനിക്ക് യാതൊരു നാണക്കേടുമില്ല. എന്റെ ഭാര്യയെ ഞാൻ സഹായിക്കുകയാണ്. ഇത് എന്റെ ജോലിയല്ല എന്ന് ആണുങ്ങൾ കരുതരുത്. നമ്മുടെയും കൂടെ ജോലിയാണ്. ഇന്നലെ കോടതിയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കുള്ള ജോലി, സ്ത്രീകൾക്ക് മാത്രമുള്ള ജോലിയില്ല. അടുക്കള ജോലി പുരുഷന്മാരും ചെയ്യണം. നിങ്ങളുടെ ഇന്നത്തെ പദ്ധതികളുണ്ട്. കോടതി വിധിയായിട്ട് കേസ് വിധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആക്ഷേപിച്ചാണെന്ന് പറയുന്നില്ല. ഞാനും ആ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഞാൻ എൻ്റെ പാത്രവും ഞാൻ ചായ കുടിക്കുന്ന കപ്പും ഞാൻ തന്നെയാണ് കഴുകിയിരിക്കുന്നത്. ഭാര്യ കപ്പിൽ ചായ കൊണ്ട് വെച്ചിട്ട് ഭർത്താവ് കുടിച്ചിട്ട് ജനലിൻ്റെ അവിടെ വെച്ചിട്ട് 3 ദിവസം അവിടെ ഇരിക്കും. നാളും കൂടെ അല്ലെങ്കിൽ പല്ല് വീണ് അടിക്കും, നാളും കൂടെ ആയിരിക്കും കപ്പടിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥകളുണ്ട്. അവർക്കും വേണ്ട. നമുക്ക് ഒരുമിച്ച് കുടുംബം നന്നാക്കുവാൻ കുട്ടികളെയും ഭാര്യയെയും ഭർത്താവിനെയും അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്ന ഒരു സമ്പ്രദായം വിദ്യാഭ്യാസത്തിലൂടെ ഇന്നുണ്ടായിട്ട് ആധുനിക വിദ്യാഭ്യാസത്തിൽ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സിലബസ് അതുണ്ട് എന്ന് പറയുന്നതാണ്. ഒരു സംസ്ഥാനത്തിലും ഇല്ലാത്ത കേരളത്തിന്റെ മാത്രം പ്രത്യേകതയായി ഞാൻ കാണുന്നത്. ആ പ്രത്യേകത നിലനിർത്തുവാൻ ഈ സ്കൂളിന് സാധ്യമാകുന്നു എന്ന് പറയുന്നത് പാരമ്പര്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിൽ നിന്നുകൊണ്ട് മാറ്റങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ ലക്ഷണമായിട്ട് ഞാൻ കാണുന്നു. ഈ സ്ഥാപനത്തിന്റെ ഈ വാർഷിക ആഘോഷ പരിപാടി ഈ വേദിയിൽ നിന്ന് എന്നേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളുടെയും നിങ്ങളുടെ നല്ല മനസ്സിന്റെയും മുന്നിൽ എന്നെ ഇവിടെ വിളിച്ചതിന് മോഹൻ സാറിനോടും വിജയകുമാർ സാറിനോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.